പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു പുതിയ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പേരാണ് വെൽക്കം ടു എക്സ്ബറി ഗാർഡൻസ്. ഈ സംഭവങ്ങളെല്ലാം ഗാലറി ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് പോയി നോക്കിയാലോ? വരൂ. അകത്തേക്ക് കയറിയപ്പോൾ തന്നെ നോക്കിയേ, നിറയെ ചെറി ബ്ലോസത്തിൻ്റെ 3 ട്രീകൾ എല്ലാം നല്ല ഭംഗിയിൽ നിൽക്കുന്നു. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടെ ഇന്ന് പിള്ളേർക്ക് ഇവിടെ വെക്കേഷനാണേ. അപ്പോൾ അത് കാരണം ഒരുപാട് പേര് കാണാനും ആസ്വദിക്കാനും സന്തോഷിക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വന്നിരിക്കുവാണ്. അപ്പം നമ്മളും ഈ കൂട്ടത്തിൽ പങ്കുചേരുവാണ്. അടുത്തൊരു ബ്യൂട്ടിഫുൾ ചെറി ബ്ലോസം ഇവിടെ. എന്ത് രസം, നല്ല കട്ട പൂക്കളായിട്ട്. ഈ ഇലകൾ നോക്കിയാൽ ചെറിയ ഇലകളും വലിയ പൂക്കളും. എന്തൊരു ഭംഗിയാണോ കാണാനായിട്ട്. 2 മരമുണ്ടേ. ഇതിങ്ങനെ കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ എന്ന് ഓർക്കുമ്പോൾ ഒരു സങ്കടം. ഇതിൻ്റെ പേരൊക്കെ നമ്മുടെ ടീനക്കുട്ടി പറഞ്ഞു തരുവേ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ കളറും അങ്ങ് നമ്മളങ്ങ് ആകർഷിച്ചു. നോക്കിയാൽ മരം നിറയെ ഇപ്പോൾ വരുമെന്ന് തോന്നുന്നു. ഇത് ഒന്നിടേക്ക് ഇതെല്ലാം മുട്ടുകളാണ്. കുറേയൊക്കെ ഉണ്ടായിട്ടുണ്ട്, കുറേയൊക്കെ വരാൻ പോകുന്നേ ഉള്ളൂ. ഇത്തിരി കളറല്ലേ ഇതിന്. ഈ ഇതൊക്കെ മുട്ട് നോക്കിയാൽ ഓ ബ്യൂട്ടിഫുൾ. ഒരു സൈസ് പശ പോലെ ഇതിന്. ഇത് കളറല്ലേ. ശരിക്കും ഈ കളറ് സാരിയും പച്ച ബ്ലൗസും കിട്ടാൻ നല്ല മാച്ചിങ് ആയിരിക്കും അല്ലേ. നമ്മൾ കണ്ട പൂക്കളില്ലേ, അതിൻ്റെ തന്നെ വേറൊരു കളറാണിതേ. ഇതൊരു മൈൽഡ് റോസ് കളറ്. എന്തു വലുതായിട്ട് നിൽക്കണല്ലേ. നമ്മുടെ നാട്ടിൽ പണ്ടത്തെ മൊസാണ്ട എന്ന് പറഞ്ഞൊരു പൂ ഉണ്ടായില്ല, എനിക്ക് അതിനോട് സാദൃശ്യം തോന്നിയത് കാണാനായിട്ട്. ഇവിടെ കമേലിയ സുന്ദരിയും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ചോദിക്കാതെ എൻ്റെ മാത്രം എന്താ എടുക്കാത്തത്. നമ്മളിതിൻ്റെയൊക്കെ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടല്ലോ. എന്നാലും ഒരു ഷോട്ട് എടുക്കാം. നല്ല കമേലിയ ഓൾമോസ്റ്റ് തീരാറായി. എന്നാലും കാണാൻ എന്തോ ഭംഗിയല്ലേ. സൂപ്പർ. എക്സ്ബറി ഗാർഡനിലേക്ക് നമ്മൾ കയറുന്ന സമയത്തെ അതിൻ്റെ ഫ്രണ്ടിൽ നോക്കിയാൽ നിറയെ ചെടികളായിട്ട് നേഴ്സറിയാണ് ഇവിടെ. ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഇതുണ്ടെന്ന്. നോക്കിയാൽ അസീലിയാണിത്. കഴിഞ്ഞ വർഷമൊക്കെ ചേച്ചിട്ടുണ്ടായിരുന്നു. ഓ, ഇതിൻ്റെ ഒരു കളർ നോക്കി, പിങ്ക് കളർ അസീലിയ. പിങ്ക് ഇവിടെ. പിന്നെ അങ്ങോട്ടേക്ക് ഇതിൻ്റെ കടി ചുമപ്പ് അസീലിയാണിത്. ഇതൊരു മജന്ത കളറ്. ഇങ്ങനെ അങ്ങോട്ട് പരവതാനി പോലെ ഉണ്ട്. അപ്പുറത്തും ഉണ്ടേ. മൊത്തം അസീലിയാണിത്. അസീലിയ വീക്കാന്ന് തോന്നുന്നു. പിന്നെ വേറൊരു ബ്യൂട്ടിഫുൾ കളർ. ഇതൊക്കെ ഈ കളർ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. അതെ, ഒരു സൈസ് ഓറഞ്ച് മഞ്ഞ. അതെ, ഇതാണ് എൻ്റെ കളർ. അത്ര ഞങ്ങൾ കണ്ടിട്ടില്ല. അത് ഇഷ്ടം പോലെ. നേരത്തെ കണ്ട ആ ചെടി തന്നെയാണത്. ഇതിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് ഇവിടെ ഉണ്ട് കേട്ടോ. അതെ, റൊഡോഡെൻഡ്രോൺ ഇതാണ് ഇതിൻ്റെ പേര്. പറഞ്ഞ് ഞാനൊക്കെ വേറെ പേരാണ് പറയുന്നത്. ഇത് നോക്കിയേ, ഇതിൻ്റെ ആ റോസ് കളറിൻ്റെ ഇത് വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. പ്രൈസ് ഇതിനകത്ത് കാണുന്നില്ല. ഓ, ഇതൊക്കെ ഇത്ര രസമാണ്. ഓ, സൂപ്പർ. ഒരു മനോഹര അല്ലേ. എടാ, എല്ലാത്തിനെയും പിടിച്ചൊരു ഉമ്മ കൊടുക്കാൻ തോന്നുന്നു. ഇതിനെ സ്നേഹിച്ചില്ലെങ്കിൽ പിന്നെ ആരെയല്ലേ സ്നേഹിക്കുന്നത് നമ്മൾ. ഇത് ചെമ്പരത്തിയാണോ റോസാണോ എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഒരു ഭംഗിയാണോ കാണാനായിട്ട്. ഓ, നമ്മൾ എടുത്ത ടിക്കറ്റൊക്കെ അവിടെ കൊണ്ടേ കാണിച്ചിട്ട് അതൊരു ഗിഫ്റ്റ് ഷോപ്പാണിതേ. അവിടെ നമ്മളെ ഇങ്ങോട്ടേക്ക് എൻട്രി ചെയ്യിപ്പിച്ചവർ. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കമേലിയുടെ കൂടാരങ്ങൾ അവിടെ കിടക്കുന്നത് നോക്കിയേ. ഒരു പിങ്ക് നിറത്തിലുള്ളത്, അവിടേക്ക് ഒരു ചുമപ്പ്, പിന്നെയും പിങ്ക്, ഇഷ്ടം പോലെ വലിയ വലിയ കമേലിയാസ്. കമേലിയുടെ താഴെ നോക്കിയേ, അതിന് കൂട്ടായിട്ട് സുന്ദരിയായിട്ട് അസീലിയ. അസീലിയയിൽ ഉണ്ടായിരിക്കുന്ന കളറും അതിൻ്റെ മുട്ടുകളും നോക്കിയേ. ഈ എന്ത് രസമല്ലേ. ഇവർ ശരിക്കും എല്ലാ വർഷവും ഇങ്ങനെ ഈ ഒരു സമയത്തേക്ക് വേണ്ടിയിട്ട് ഇവരിങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും അല്ലേ, വിടരാനായിട്ടേ. അവർക്കും ഒരു കൊതി ഉണ്ടാവില്ലേ, നമ്മളൊക്കെ വന്ന് കാണുമ്പോഴും സംസാരിക്കുമ്പോഴൊക്കെ ഒരു ആൻസറും നമ്മളോട് സംസാരിക്കാനൊക്കെ. ഇത് നോക്കി, വെള്ളയുടെ ഇതിനകത്ത് ഷെയ്ഡുണ്ട്. ഇതെല്ലാം കമേലിയാണ്. ഇതിൻ്റെ എന്ത് പച്ച നിറമല്ലേ ഇതിൻ്റെ ഇലകൾക്ക് കാണുന്നത്. അങ്ങോട്ടേക്ക് നല്ല പിങ്കിഷ് നിറത്തിലുള്ള. നോക്കിയേ, നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഇലകൾ ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ. ഇത് മേപ്പിൾ ട്രീ ആണെന്ന് എനിക്ക് തോന്നുന്നത്. 2-3 ഉണ്ട് അടുപ്പിച്ച്. അതിങ്ങനെ കാറ്റൊക്കെ ഇങ്ങനെ കാണുന്നത് കാണാനായിട്ട് എന്താ വഴി. അതിന് തൊട്ടിപ്പുറത്ത് അതിൻ്റെ കൂട്ടായിട്ട് നോക്കിയേ, ചുമപ്പ് വലിയ പൂവ്. നമ്മൾ മൊസാണ്ടയുടെ ഒരു ഇത് പറഞ്ഞില്ലേ, കാണാനായിട്ട്. ശരിക്കും ഞാൻ ടീനയെ റാണിയൊക്കെ ശരിക്കും മിസ് ചെയ്തു കേട്ടോ. കാരണം അവരും കൂടി ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. അടുത്ത പ്രാവശ്യം നമുക്ക് അവരെയും കൊണ്ടുവരാം. ഓക്കെ, അസീലിയ കടും ചുമപ്പ് നിറത്തിലുള്ളത്. അതിന് തൊട്ടിപ്പുറത്ത് പിങ്കിഷ്. അതിനകത്ത് മുട്ടുകളുണ്ടായിരിക്കണം. നോക്കിയേ, 1000 മുട്ടെന്നൊക്കെ പറയില്ലേ. ഓക്കെ, ഓ, ഇതങ്ങ് വിടർന്ന് കഴിയുമ്പോൾ എന്തായിരിക്കും അല്ലേ ഭംഗി. അതുകൊണ്ട് ഇതിൻ്റെ കൂടെ
കൂട്ടുകാരായിട്ട് നിൽക്കുന്നതെല്ലാം നമ്മുടെ കമേലിയാസ്. ഡിഫറെൻ്റ് വെറൈറ്റിയിലുള്ളത്, രൂപത്തിലും ഭാവത്തിലും താളത്തിലും ലയത്തിലും ഒക്കെയുള്ള ഇഷ്ടം പോലെ കമേലിയ. പിന്നെ നമ്മുടെ മാഗ്നോലിയ, അതിപ്പോൾ ഓൾമോസ്റ്റ് തീരാറായേ. ഇതെല്ലാം ഇത്ര വലുതാന്ന് നോക്കിയേ. ഒരു മാഗ്നോലിയയുടെ ഇതൊക്കെ ഇതിൻ്റെ എതളുകൾ നോക്കിയേ. അതിൻ്റെ ഉള്ളിൽ വന്നേക്കണുണ്ടോ? എന്തൊരു ബ്യൂട്ടിഫുൾ അല്ല അതിൻ്റെ ഉള്ളിൽ. എന്ത് രസമാണോ. പക്ഷെ അധികം ആയിട്ടില്ല കേട്ടോ ട്രീ. അത് എഴുതിയിട്ടുണ്ട്, മാഗ്നോലിയ എന്ന് എഴുതിയിട്ടുണ്ട്. മാഗ്നോലിയ എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ മൊസാണ്ട എന്ന് പറഞ്ഞില്ലേ. അതിങ്ങനെ വലിയ മരമാണേ. പൂക്കളും മുട്ടുകളുമായിട്ട് ഇങ്ങനെ ആകാശത്തേക്ക് നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു മരത്തിൻ്റെ തണലിൽ നമ്മുടെ ഇംഗ്ലീഷുകാരും വിചാരിച്ചിട്ടുണ്ടാവും നമ്മുടെ മലയാളികളുടെ വിഷു ആണല്ലോ, അപ്പോൾ എന്തുകൊണ്ട് മഞ്ഞപ്പൂക്കളില്ലാന്ന്. ഇത് നോക്കിയേ. അയ്യോ, ഇത് ഞാൻ കണ്ടിട്ടേ ഇല്ല കേട്ടോ ഈ പൂക്കൾ. ഇതിങ്ങനെ താഴെ ഇങ്ങനെ അതേ ബെല്ലാണോ ഇതൊക്കെ കിടക്കുന്ന നോക്കിയേ. ഇങ്ങനെ കിടക്കുന്ന ഒരു മഞ്ഞപ്പൂക്കൾ നിറയെ ഉണ്ട്. അതേ നിറയെ താഴെ മഞ്ഞപ്പൂക്കൾ ഇങ്ങനെ വിരിഞ്ഞു കിടക്കുന്നു. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ഇവിടെ മജന്തയാണ് ഈ കാണുന്നത്. എന്നിട്ട് ഇലയൊന്നും വന്നിട്ട് പോലും ഇല്ല. നിറയെ പൂക്കളായിട്ട് ഇങ്ങനെ നിൽക്കണം. ഇത് ഇച്ചിരി ഓൾഡ് ട്രീ ആണെന്ന് തോന്നുന്നത്. അതിൻ്റെ കൂടെ കൂട്ടായിട്ട് അടുത്ത കളറ് നല്ല വെള്ള കളറ്. ഇത് നല്ല മാച്ചിങ് ആണല്ലേ. ഈ ഒരു വെള്ളയും ആ ഒരു മജന്തയും കൂടി ഒന്ന് ഓർത്ത് നോക്കിയാൽ പാവാടിയും ബ്ലൗസൊക്കെ ഇട്ടിട്ട് നമ്മൾ സൂപ്പറല്ലേ. ഒരു വെതർ ഇങ്ങനെ നല്ല വെതറിലേക്ക് വന്നുകൊണ്ടിരിക്കുവാണേ. പക്ഷെ നല്ല കാറ്റുണ്ടെന്ന്, അപ്പോൾ അതുകൊണ്ട് കോട്ടൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. നോക്കിയേ. അയ്യോ, നമ്മുടെ നാട്ടിൽ ഇങ്ങനെ പന്തലൊക്കെ ഇടുമെന്ന് പറയില്ലേ. ചെറിയ ബ്ലോസത്തിൻ്റെ പന്തലാണ് ഈ കാണുന്നത്. വെള്ള പന്തൽ. അതിൻ്റെ അപ്പുറത്ത് ചുമന്ന റോസ് നിറത്തിലുള്ള അടുത്ത പന്തൽ. ഇത് നല്ല, ഇത് പക്ഷെ കട്ട കുത്തിയ ചെറിയ ബ്ലോസം അല്ല. ഇത് നോക്കി നല്ല കട്ട കുത്തിയ ചെറിയ ബ്ലോസം. ഒരെണ്ണം ഒന്ന് കാണിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ കേട്ടോ. താഴെ ഉണ്ടെങ്കിൽ കാണിക്കാം കേട്ടോ. ഇവിടെ ഉണ്ട് ഒരെണ്ണെങ്കിലും. താഴെ വീഴല്ലേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് പക്ഷെ ഇച്ചിരി അല്ലേ ഉണ്ട്. ഈ ഗാർഡനെ കൂടുതൽ മനോഹരമാക്കാനായിട്ടുണ്ടല്ലോ നമ്മൾ പറയില്ലേ നൊസ്റ്റോക്ക് എന്ന് പറയില്ലേ, അതുപോലെ അതൊക്കെ കുളം നോക്കിയേ. ഒരു ചെറിയ കുളവും അതിനകത്ത് നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ അതിൻ്റെ സൈഡിൽ വെച്ച് പിടിപ്പിച്ചിരിക്കും. നല്ല ഭംഗിയല്ല കാണാനായിട്ട്. ആ ഒരു ഫുൾ സീനറി കാണാൻ നല്ല ബ്യൂട്ടിഫുള്ളാണ്. അതിൻ്റെ ആ ഇത് തീർന്നു പോയി, നമ്മുടെ ഡാഫഡിൽസ് തീർന്നു. ഞാനിവിടേക്ക് പോരണമെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ മോളോട് ചോദിച്ചേ പൂക്കളൊക്കെ അവിടെ കാണുമെന്ന്. അപ്പോൾ അവൾ പറഞ്ഞു ഉണ്ടാവും മമ്മി എന്ന്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഏതിൻ്റെ എടുക്കണമെന്നാണ്. അസീലിയയുടെ ഒരു തോട്ടം തന്നെയാണ് ഈ കാണുന്നത്. നോക്കിയേ, ചെറിയ ചെറിയ പൂക്കൾ. മജന്തയാണോ റോസാണോ പിങ്കാണോ എന്നറിയത്തില്ല. അത് മേപ്പിൾ ട്രീ അവിടെ നിറയുണ്ട്. ഇവിടെ നല്ല രസം കാണാൻ. അതിൻ്റെ ഇപ്പുറത്ത് കുറേ മുട്ടുകൾ അതിൻ്റെ അവിടെയൊക്കെ ഉണ്ട്. നമ്മുടെ ഈ മുളക് തൈ ഉണ്ടായിന്ന് കിടക്കണ പോലെ. നോക്കി, മുളക് തൈ ഇല്ലേ, അതിനകത്ത് നമ്മൾ മുളക് നല്ല കാന്താരി മുളക് കൂമ്പി നിൽക്കുന്ന പോലെ. നോക്കി അവിടെ ഈ ഒരു അവിടേക്കൊക്കെ നോക്കി. സൂപ്പർ. ഇവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കട്ടെ കേട്ടോ. ഇതെന്തോ അസീലിയ ഇവിടെ കണ്ടുപിടിച്ചിരിക്കുക. ഇത് കണ്ടോ അസീലിയ. അത് മൊത്തം വിടരും 2 ദിവസം കഴിയുമ്പോഴത്തേക്കും. ആ മുട്ടുകൾ നിറയെ മുട്ടുകൾ. അതിൻ്റെ വേറൊരു കളറ് പിങ്ക് കളർ ഇവിടെ. അത് വിടർന്ന അസീലിയ അവിടെ മജന്ത. ഇത് വിടരാൻ പോകുന്ന അസീലിയാസ് ഇവിടെ. ഇത് അങ്ങേയറ്റം വരെ അസീലിയ തന്നെയാണ്. എന്തായിരിക്കുമല്ലോ ഈ പേര് വരാൻ കാരണം അറിയില്ല. ഗൂഗിൾ അടിച്ചു നോക്കണം കേട്ടോ. ഇത് അയ്യോ, എല്ലാവർക്കും സ്നേഹം വാരി വിതറാണ് ഈ വെള്ള അസീലിയ. വെള്ളം അങ്ങനെ അത്രയ്ക്ക് കാണാറില്ല കേട്ടോ നമ്മൾ. ഇതൊരു ഭംഗിയല്ലേ വെള്ള. ഏതിൻ്റെ കൂടെയും വെള്ള പോകും. ചുമക്ക്. ഇവിടെ കുറച്ച് ഇംഗ്ലീഷുകാരെ അവർ നമ്മളെ കൈ കാണിച്ചു. അപ്പം ഞാൻ വെച്ചത് ആരാണ് അത് ശരിക്കും നമ്മളെല്ലാം കൈ കാണിച്ചത്. അവരൊരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളായിട്ട് വന്നതാണ്. അപ്പോൾ ഒരു ലോസ്റ്റായി കൂട്ടുകാർ. അപ്പോൾ നമ്മൾ വിചാരിച്ചു നമ്മുടെ കൂട്ടത്തിലുള്ളതാണ്. അപ്പോൾ മനസ്സിലായി നമ്മളല്ലാന്ന്. എൻ്റെ മക്കളെ ഇത് നോക്കിയേ. എന്ത് പറഞ്ഞാൽ വിളിക്കേണ്ടത്, എന്ത് പേരായിടേണ്ടത്? അസീലിയ എന്ന് വിളിക്കണോ? ഞങ്ങളുടെ മലയാളത്തിൽ പേര് വിളിക്കട്ടെ? മുല്ല, റോസ്, ചെമ്പകം വിളിച്ചോട്ടെ? നോക്കിയേ, അടിപൊളി. ഞങ്ങളിങ്ങോട്ട് പോരുന്ന വഴിയേ ഇടയ്ക്കിടയ്ക്ക് ബ്ലൂബെൽസ് കണ്ടേ. അപ്പം ഞാൻ മോളോട് പറയായിരുന്നു ഇവിടെ ഒന്ന് വണ്ടി നിർത്താമോ, കാരണം എന്തൊരു ഭംഗിയാണ് കാണാനായിരുന്നു. അപ്പോൾ പറഞ്ഞു ഇവിടേക്ക് വാ മമ്മി, ഇവിടെ ഉണ്ടാവുന്നു. നോക്കി ബ്ലൂബെൽസിൻ്റെ പരവതാനി. ഇവിടെ ഒന്ന് കിടക്കണോ ഉരുളണോ ഇരിക്കണോ എന്നറിയാൻ പാടില്ല.
കണ്ടോ, ഇത് ശരിക്കും ഇതിൻ്റെ ബെല്ല് പോലെ തന്നെയാണേ. മണമൊന്നുമില്ല. ഇതിങ്ങനെ ഒരു കൊലയിൽ തന്നെ 4-5 പൂക്കളായിട്ട് ഇങ്ങനെ ഒരു തണ്ടിൽ അങ്ങനെ ഉണ്ടായിരിക്കുന്നത്. ഇതിങ്ങനെ നിറയെ എങ്ങനെ നീല കളറ്, ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ തീപ്പെട്ടി കളറില്ലേ, ആ കളർ പോലെ തോന്നുന്നത്. പച്ചയിൽ ഇന്നത്തെ ദിവസം ധന്യമായി എൻ്റെ നിങ്ങളുടെ അല്ലേ. ഇത്രയേറെ പൂക്കൾ നമ്മൾ കണ്ടിട്ടുണ്ടോ? ടീന റാണി, മിസ്സിംഗ് യു. ഒരു സൈസ് വെള്ളയാണേ, നമ്മുടെ മുല്ലയുടെ മുട്ട് പോലെ തന്നെയുണ്ട് അല്ലേ. നല്ല വെള്ള നിറത്തിൽ നല്ല മുല്ല പൂക്കൾ പോലെ നിലനിൽക്കുന്നു. അതിൻ്റെ കൂടെ അടുത്ത കോമ്പിനേഷനിലേക്ക് ഇത് അസീലിയാണെന്നറിയില്ല. നമ്മുടെ വാഴയുടെ ആ കൊല വരുന്ന പോലെ നോക്കി അവിടെ ഒരു ഇത് അത് അങ്ങോട്ടേക്ക് കയറാൻ പറ്റുന്നില്ല. അതുകൊണ്ട് എന്താണെന്നറിയില്ല, എന്തോ സംതിങ് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഇത് ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. ഇതാണ് ഇതിൻ്റെ പേര്, സേക്രഡ് ബാംബു, ചൈന, ജപ്പാൻ. നോക്കിയേ, നമ്മുടെ മഞ്ചാടിക്കുരു പോലെ, മഞ്ചാടിക്കുരു പിന്നെ വേറൊരു കുരുവില്ലേ അതുപോലെ ഇരിക്കണം. നല്ല കൊല കൊലയായിട്ടുണ്ടായി നിൽക്കണം. നോക്കിയേ, ഓ പറിച്ചുകൊണ്ട് പോയാലോ, എന്നിട്ട് ജയിലിൽ കിടക്കാം അല്ലേ. ഈ വയലറ്റ് ബ്ലൂ കളർ തീരണില്ലല്ലോ, പിന്നെയും ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുവാണ്. ഇവിടെ ഇതൊരു ലൈറ്റ് വയലറ്റാണ്, പക്ഷെ അവിടേക്ക് ചെല്ലുമ്പോൾ നല്ല ഡാർക്ക് വയലറ്റ്. ഇത് ഫുൾ അസീലിയാണ്. ഇതൊന്നും ഇപ്പോഴത്തെ ടൈമാണല്ലോ അസീലിയുടെ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അസീലി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നമ്മളിങ്ങനെ വെൽക്കം ചെയ്തിട്ടിരിക്കുവാണ്. നിങ്ങൾക്കൊക്കെ കണ്ട് ആസ്വദിച്ചോ നിങ്ങൾ? നമ്മളോട് കുശലം അന്വേഷിക്കാനായിട്ടൊരു കുഞ്ഞിക്കിളി പറന്നു വന്നിരിക്കുന്നു. അത് ഞങ്ങൾ കുറച്ചു നേരമായി വാച്ച് ചെയ്യുന്നേ, പോകുന്നേ ഇല്ല. നമ്മളിങ്ങനെ പറയുന്നതൊക്കെ കേട്ട് നമ്മളോട് ചോദിക്കാൻ സുഖമാണോ, കൂട്ടുകാർക്ക് സുഖമാണോ, എന്തെങ്കിലും കഴിച്ചോ, എനിക്ക് എന്തെങ്കിലും തരുമോ എന്നൊക്കെ ചോദിക്കുന്നത്. നല്ല കുഞ്ഞിക്കിളിയേ. നമ്മൾ നേരത്തെ കണ്ടത് ചുമന്ന മണിമുത്തുകളാണല്ലോ. ഇത് നോക്കി, അതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള വേറെ നല്ല മണിമുത്തുകൾ. ഇത് ശരിക്കും മാലയൊക്കെ കോർക്കാൻ പറ്റുന്നതാണേ. ഒരു നൂലും ഒരു സൂചി ഉണ്ടെങ്കിൽ പണ്ട് കാലത്ത് നമ്മൾ മാലയൊക്കെ കോർത്ത് കഴുത്തിലിട്ടിട്ടില്ലേ, അത് ചുമപ്പാണെങ്കിൽ ഏത് ഡ്രസ്സിൻ്റെ കൂടെയും പോവും. ഓർക്കണ്ടോ? ഒരു വലിയ മരം, ചെറി ബ്ലോസത്തിൻ്റെ, നല്ല പിങ്കിഷ് നിറത്തിലായിട്ട്. എന്താ ഭംഗി. അതിൻ്റെ ഇപ്പുറത്തൊരു കുഞ്ഞു കൂട്ടുകാരി ഉണ്ട് ഇവിടെ, വേറൊരു ചെടി. നമ്മുടെ നേരത്തെ നമ്മൾ കാണിച്ചില്ലായിരുന്നോ, അസീലിയല്ല, ഇത് മൊസാണ്ടയുടെ പോലത്തെ അതുകൊണ്ട്. ചെറി ബ്ലോസം വലിയ മരം നോക്കിയോ, ചെറി ബ്ലോസത്തിൻ്റെ ആദ്യം വരെയും കാഴ്ച. ആകാശവും റോസ് നിറത്തിലുള്ള ചെറി ബ്ലോസവും അതിൻ്റെ ഇലകളും എല്ലാം വലിയ മരമാണത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നടക്കുന്നുണ്ടല്ലോ, കാടാണ്. ഇവിടെ ഒരു വൃത്തിയൊക്കെ ഒരു സാധനം, ഒരു കുപ്പിയോ കടലാസോ ഒന്നും ഇല്ല. നീറ്റായിട്ട് നമ്മുടെ പൂ പിന്നെയും കണ്ടു കിട്ടി. ഇന്നത്തെ ഒരു 10 ഉണ്ട് ഈ ഒരു ഇതിൽ തന്നെ. നമുക്കിപ്പോൾ ഇതിനെ മൊസാണ്ടാന്ന് വിളിക്കാം, അതാ എളുപ്പം വിളിക്കാനായിട്ട്. അതിൻ്റെ അപ്പുറത്ത് ചെറിയ ബ്ലോസം ഉണ്ട് വേറെ. നമ്മുടെ ഈ ചെറിയ ബ്ലോസത്തിലെ കൂട്ടുകാരികളായിട്ട് അസീലിയ, അവിടെ നിന്ന് തുടങ്ങിയ അസീലിയ ഉണ്ട്. ചുമപ്പും വയലറ്റും മജന്തയും റോസും പിങ്കും ഓറഞ്ചും എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിന് പേടിയൊന്നും വരില്ല. ഇത് കാരണം എനിക്കൊന്നും അധികം വർഷമായിട്ടില്ല, ചെറുതാണ്. നല്ല പൂക്ക് നല്ല ഭംഗിയായിട്ടുണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ കാന്താരി മുളകൊക്കെ അതിൻ്റെ തൈ നട്ട് കഴിയുമ്പോൾ നമ്മൾ പോയി വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നോക്കില്ലേ എത്ര അതിൻ്റെ ഇത് വന്നെന്ന്, മുട്ടുകൾ വരത്തില്ലേ കാന്താരിന്ന്, അതുപോലെ ഇരിക്കുന്നല്ലേ. ഇത് നോക്കിയേ, ഒരു കോടി മുട്ടുണ്ട് ഇതിനകത്ത് അസീലേക്ക്. ഇതെല്ലാം ഒരു 2-3 ദിവസത്തിനുള്ളിൽ വിരിയുകയും ചെയ്യും. ഇത് വിരിഞ്ഞതാണിത്. ഇതിങ്ങനെ ഈ സൈഡ് മൊത്തം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെടിയാണ്. അതിന് പടർന്ന് പന്തലിച്ച് ഇതൊരു പന്തൽ പോലെയായി. വേണ്ട, പന്തൽ പോലെയായി. അതിൻ്റെ ഇടയ്ക്കുള്ള നല്ല മരങ്ങളും ആകാശവും ചെറി ബ്ലോസം കിടന്ന് ആടി ഉലയുന്നതും. അങ്ങനെ നമ്മൾ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇതുണ്ടോ, നമുക്ക് വേണമെങ്കിൽ അവിടെ പോയി ഇരിക്കാം. ബെഞ്ചും ഒക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും ഭക്ഷണമൊക്കെ വേണമെങ്കിൽ കഴിക്കാം. വലിയ മരങ്ങൾ, ശരിക്കും വരച്ച് വെച്ചിരിക്കുന്ന പോലെ മരങ്ങളും. ചെറി ബ്ലോസം നോക്കിയത് ചെറിയ ചെറി ബ്ലോസമാണേ. അങ്ങനെ നല്ലൊരു പ്രകൃതി രമണീയമായ സൂപ്പർ സ്ഥലം. നമ്മൾ നാട്ടിൽ പറയില്ലേ 3 കൂടിയ കവല എന്ന് പറയില്ലേ, അതുപോലെ നോക്കിയേ, ഒരു ചെറി ബ്ലോസം
2 ചെറി ബ്ലോസം, പിന്നെ മാഗ്നോലിയ. മാഗ്നോലിയ ശരിക്കും ഇപ്പം പൊഴിഞ്ഞു തുടങ്ങിയ സമയം. ഇത് നോക്കിയേ, നിറയെ മാഗ്നോലിയ ഇങ്ങനെ പടർന്ന് കിടക്കുന്നു. അയ്യോ, ഇതെന്ത് ചെയ്യുമല്ലേ നമ്മൾ? അയ്യോടാ, നോക്കിയേ, ഇത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് എല്ലാം പൊഴിഞ്ഞ് താഴെ വീഴും. പക്ഷെ ഇത് കുറച്ച് ദിവസം കൂടി നിൽക്കുവേ. 2 ചെറിയ മരങ്ങൾ. അവരൊക്കെ തമ്മിൽ എന്തൊരു സ്നേഹം അല്ലേ, കഥകൾ പറയണ്ടാവും അങ്ങോട്ടും ഇങ്ങോട്ടുവേ. ആണെങ്കിൽ നമുക്കിതിന് ആമ്പൽ കുളമേന്നൊക്കെ വിളിക്കാം അല്ലേ. പക്ഷെ ഇത് ആമ്പലല്ല, ഇതെന്തോ മോളിൽ നിന്ന് എന്തോ ഇലകൾ വീണിരിക്കണം. ഞാൻ പെട്ടെന്ന് വിചാരിച്ച് ആമ്പലാന്ന്. എന്നാലും എന്ത് രസമല്ലേ, ഒരു കുളമൊക്കെ കാണുമ്പോൾ നമുക്കൊരു നമ്മുടെ നാട്ടിലെ ആ ഒരു ചിന്തകളും ഓർമ്മകളും നമ്മൾ ഓടിക്കളിച്ചിരിക്കുന്നതും കുളിച്ചിരിക്കുന്നതും ഒക്കെ നമുക്ക് ഓർമ്മ വരും അല്ലേ. അങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ അതിൻ്റെ മരങ്ങൾ കണ്ടോ, അതിന് വില്ലോ ട്രീ എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ നല്ല ഹാങ്ങിങ് ആയിട്ട് ഇങ്ങനെ ആ വെള്ളത്തിലേക്ക് ഇങ്ങനെ താഴ്ന്നു കിടക്കും. ഭയങ്കര അട്രാക്ഷൻ ഉണ്ടായിരുന്നു. ഈ നിറത്തിലുള്ള അസീലിയ കാണാനായിട്ട് വളരെ റെയറാണ്. നല്ല മഞ്ഞ നിറത്തിലുള്ള അസീലിയ. നമ്മുടെ കനകാമ്പരമൊക്കെ ഇല്ലേ, ആ ഒരു ഷേപ്പല്ലേ ഇതിനൊക്കെ. ആ കനകാമ്പരത്തിൻ്റെ ഒരു ഷേപ്പ്, കളറും ഏകദേശം അതിനോട് മാച്ചിങ് ഉണ്ട്. ഇത് രസാ, സൂപ്പർ. ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മലയാളികൾക്കൊരു നൊസ്റ്റാൾജിയാണ് അല്ലേ. അപ്പോൾ പാട്ട് ഇത് കാണുമ്പോൾ തന്നെ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കൊരു പാട്ട് ഓർമ്മ വരും. ഇല്ലിമുളം കാടുകളിൽ. എന്താ പറ്റും, ശരിക്കും ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നാട്ടിലെ ഓർമ്മകൾ ഒരുപാട് വന്നു. ഇതിൻ്റെ ഒരു ചൂരനൊക്കെ വെട്ടി നമുക്ക് ഇതിൻ്റെ സ്നേഹമുദ്രകൾ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ അല്ലേ. സ്കൂളിൽ പഠിക്കുന്ന ആ സമയം മുതൽ വീട്ടിലാണെങ്കിലൊക്കെ നമുക്ക് ഇഷ്ടംപോലെ വെറുതെ അടികളൊക്കെ കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോഴത്തെ പിള്ളേർക്ക് നമുക്ക് ഇതൊന്നും അടിക്കാനോ ഇത് വീട്ടിൽ വയ്ക്കാനായിട്ടോ ഉള്ള ലൈസൻസ് ഇല്ല. അതിന് നല്ല സ്ഥലം, എന്ത് രസമാണ് കാണാൻ. നല്ല ഫോട്ടോ ഷൂട്ടിങ്ങിനൊക്കെ പറ്റിയൊരു സ്ഥലം. ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനെ നോക്കി ചിന്താവിഷ്ടയായ ഇരിക്കാനായിട്ട് നല്ല രസമുണ്ട്. ഈ ഗാർഡനിൽ വന്നിട്ടുണ്ടല്ലോ, എവിടെ തിരിഞ്ഞു നോക്കിയാലും അവിടെ എല്ലാം പൂക്കളുടെ ചെടികളും മരങ്ങളും മാത്രം. നോക്കിയേ, ഈ കളർ നോക്കിയേ, കടും മെറൂൺ. നമ്മൾ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നു. നമ്മൾ നേരത്തെ കണ്ട ഇതില്ലേ, 6 വെച്ച് തുടങ്ങണത് മൊസാണ്ടാന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ തന്നെ കടും മെറൂൺ. അത് പേരെന്താ, ചീന പെട്ടെന്ന് പറയും, റൊഡാനൻഡ്രോ അങ്ങനെയാണ്ട് അതിൻ്റെ പേര്. നമ്മൾ കാണുമ്പോൾ ചോദിക്കും, അയ്യോ നേരത്തെ കണ്ടതാണോ. പക്ഷേ ഈ കളർ കണ്ടിട്ടില്ലാന്ന് തോന്നുന്നല്ലേ. നിറയെ ഉണ്ടായി കിടക്കുന്നുണ്ട് മുകളിലേക്ക്. അതിൻ്റെ തന്നെ അതെ പിങ്കിഷ് അവിടെ ഉണ്ട്. പിന്നെ നിറയെ ഇത് എല്ലായിടത്തും അസീലിയയും മാഗ്നോലിയയും ആണ് നിറഞ്ഞു നിൽക്കുന്നത്. ഈ ഒരു ടൈം അതിൻ്റെയാണേ. നമ്മളിങ്ങനെ ഇതിൻ്റെ റോട്ടിലൂടെ ഇങ്ങനെ നടന്നു വരില്ലേ, അതേ 2 സൈഡിലും നിറയെ പൂക്കളാണ്. ഏതെടുക്കുമെന്നറിയില്ല. നോക്കിയാൽ ഇതിൻ്റെ ആ പിങ്കിഷ് കളറ് ഒരു വലിയല്ലേ കാണാനായിട്ട്. ഓരോന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും പുതിയതാണ്. പക്ഷെ ഇത് ഞാൻ എടുത്തിട്ടുണ്ടാവും. എന്നാലും ആ ഭംഗി കണ്ടപ്പോൾ ഒന്നും കൂടി എടുക്കണമെന്ന് തോന്നി കേട്ടോ. നിറയെ പൂത്തുലഞ്ഞ് നിൽക്കുവാണ്. അതിൻ്റെ തൊട്ടിപ്പുറത്താണെങ്കിൽ അടുത്ത ചെറി ബ്ലോസം. ഇവരൊക്കെ കൂട്ടുകാരാണെന്ന് തോന്നുന്നത്. ഇതൊക്കെ വിരിയുന്നത് ഒരേ ടൈമിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇവരൊക്കെ നമ്മൾ കൂട്ടുകാരായിരിക്കും. അവർക്ക് പിണക്കങ്ങളൊന്നുമില്ല കേട്ടോ. എന്നിട്ട് താഴേക്ക് നോക്കുമ്പോഴാണെങ്കിൽ ഇതിങ്ങനെ ഒരു ചെറിയൊരു ബ്രിഡ്ജാണത്. പിന്നെ താഴേക്കൂടെ ആൾക്കാർ പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ കറങ്ങി ചെല്ലുമ്പം അവിടെ ചെല്ലും. അതുപോലെ തന്നെ അവിടെ ഒരു ഇതുണ്ട്. ഇത് നോക്കിയേ, ഈ സെയിം കളറ് തന്നെ അവിടെ ഉണ്ട്. പിന്നെ അതിൻ്റെ മുകളിലൊരു ചെറിയ ബ്ലോസം. നിങ്ങളിപ്പോൾ ഇവിടെ വന്ന പോലെ ആയില്ലേ ശരിക്കും. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേ ഇവിടുത്തെ എല്ലാ മരങ്ങൾക്കും ഭംഗിയുണ്ട്. പക്ഷേ ഈ മരത്തിനൊരു പ്രത്യേക ഭംഗി. ഇത് നോക്കിയേ, ഇതിൻ്റെ പേര് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചാമ്പ്യൻ ട്രീ എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്കോട്ട്ലൻഡ് കാഗസ് സിൽവാറ്റിക്ക എന്തോ വേറൊരു ഇതാണ്. ഇതിൻ്റെ ഭംഗി നോക്കി ഇതിന് എത്രയോ വർഷങ്ങളുള്ളതായിരിക്കും. 100 വർഷങ്ങളിൽ പഴക്കമുള്ള മരമായിരിക്കും. ഇതിങ്ങനെ വരച്ച് വെച്ചിരിക്കുന്ന പോലെ. അതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്ത് സെയിം 2 ഒരുമിച്ച് നട്ടതായിരിക്കും. നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോഴേ നമുക്ക് ഡ്രോയിങ് ക്ലാസ് ഉണ്ടല്ലോ. ആ സമയത്ത് നമ്മൾ വരച്ചിട്ട് മഞ്ഞ പെൻസിലോ ഓറഞ്ച് പെൻസിലോ കൊണ്ട് നമ്മൾ കളർ കൊടുക്കില്ലേ. ഇത് കളറൊന്നും കൊടുക്കണ്ട, അതെ ഇത് കളറായിട്ട് തന്നെ ഇരിക്കുകയാണ്. എന്തൊരു വലിയ ട്രീ ആണേ. എന്താ മനോഹരിയായിട്ട് നിൽക്കുന്നു. പക്ഷെ അതിൻ്റെ ഒരു അഹങ്കാരം അതില്ല. കാറ്റത്ത് ഇങ്ങനെ ആടി ഉലഞ്ഞ് ഉത്സാഹിച്ച് എല്ലാവരും നമ്മളിവിടെ വരാൻ പറയുക എന്നെ കണ്ടോളാൻ. ഒരു കുഴപ്പമില്ല. അതിനെ തൊട്ടാലും തലോടിയാലും വർത്താനം പറഞ്ഞാലും ഒക്കെ അതിന് സന്തോഷമുണ്ട്. ബ്ലൂബെൽസ് ഇങ്ങനെ ഭൂമിയോട് ചേർന്ന് അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നൊരു രംഗങ്ങളാണിത്.
നമ്മൾ നേരത്തെ ഒരു വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ വേറെ ഒരു ടൈപ്പ് ഇവിടെ കാണുന്നു. ബ്ലൂ ബെൽസും അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഇത് വൈറ്റ് ബെൽസ് ആണെന്ന് അറിയാൻ പാടില്ല. ബ്ലൂവും വൈറ്റും കൂടി നമ്മുടെ പണ്ടത്തെ യൂണിഫോമിൻ്റെ ഒരു ഓർമ്മ വന്നില്ലേ? എനിക്കൊക്കെ നീല സ്കേർട്ടും വെള്ള ഷർട്ടും ആയിരുന്നു. അതുപോലെ തന്നെ തോന്നുന്നത്. അങ്ങനെയല്ല ഇങ്ങനെയൊക്കെ പ്രകൃതിയുടെ ഒരു വികൃതികളെല്ലാം എനിക്ക് ആ തുണി കാണാനായിട്ട്. പല തരത്തിലുള്ള ചെടികൾ കാണുമ്പോഴേ നമുക്ക് പിന്നെയും പിന്നെയും എടുക്കാനായിട്ടുള്ളൊരു ടെംപ്റ്റേഷൻ. ഇത് വേറൊരു പ്രത്യേക രീതിയിലുള്ളൊരു പൂക്കളല്ലേ? ചെറി ബ്ലോസത്തിൻ്റെ തന്നെ ഒരു വെറൈറ്റി ആണെന്ന് തോന്നുന്നു. പക്ഷെ അതിന് വെച്ച് നല്ല പിങ്കിഷും വേറൊരു റെഡും നിറത്തിലുള്ളത്. ആ കൂടി കാണുമ്പോൾ നല്ല ഭംഗി കാണാനായിട്ട്. ഡാഫഡിൽസ് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിച്ചു. പക്ഷേ ഇവിടെ ഒരു തോട്ടത്തിൽ നിറയെ ഡാഫഡിൽസ്, അതും നല്ല മഞ്ഞ നിറത്തിൽ. അതൊരു 2 സെറ്റായിട്ട് നിൽക്കുന്നത്. ഉള്ളിലൊരെണ്ണം, പുറത്ത് അടുത്തത്. നിറയെ ഉണ്ട് തോട്ടം നിറയെ. ഈ പൂക്കളും ഈ ചെടികളും ഒക്കെ കണ്ടപ്പോഴായിരിക്കും പണ്ട് നമ്മുടെ കവികൾ പാടിയത്. പൂവുകൾക്ക് പുണ്യകാലം അല്ലേ? മെയ് മാസ രാവുകൾക്ക്. ശരിക്കും മെയ് മാസം ആവാൻ പോകുന്നു. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് കവികൾ പാടി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ ഒരു 1-2 മണിക്കൂർ ഞങ്ങളിവിടെ ചിലവഴിച്ചേ. 2 മണിക്കൂറല്ല, അതിലും കൂടുതലുണ്ടായിരുന്നു. എന്ത് രസമായിരുന്നു കാണാനായിട്ട്. എല്ലാം ഒന്നും ഒപ്പിയെടുക്കാൻ പറ്റിയില്ല, എന്നാലും കുറച്ച് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒപ്പിയെടുത്തിട്ടുണ്ട്. വലിയൊരു വീഡിയോ ആയിരിക്കും, എല്ലാവരും കാണാൻ ശ്രമിക്കണം കേട്ടോ. ഞങ്ങൾ ഫൈനലി ഇങ്ങോട്ട് പോരുന്ന സമയത്ത് നിന്നുകൊണ്ട് നമ്മുടെ സ്റ്റീം റെയിൽവേ, ശരിക്കും നമ്മുടെ നാട്ടിലത്തെ പണ്ടത്തെ ആ ഒരു സ്റ്റീമൊക്കെ ആയിട്ട് പോകുന്നൊരു ട്രെയിനാണ്. അതിൻ്റെ പാത ഇവിടെ ഉണ്ട്, പക്ഷെ അതിപ്പോൾ ഇവിടെ ഇല്ല. അതെനിക്ക് ഒന്ന് പോയിട്ട് വന്നിട്ടില്ല എന്ന് തോന്നുന്നേ. അതിന് വേണ്ടിയിട്ട് ഉള്ളതായിരിക്കും കൽക്കരിയൊക്കെ ഇവിടെ ഉണ്ടോ. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ കാലത്തേക്ക് നമുക്കിങ്ങനെ ഓർമ്മകൾ പോകാനായിട്ടുള്ള ഒരു സംഭവം. എന്തായാലും ട്രെയിൻ കാണാൻ പറ്റിയിട്ടില്ല. ചിലപ്പോൾ ഒരു 2 മിനിറ്റ് നിന്നാൽ കാണാൻ പറ്റുമെന്ന് നോക്കട്ടെ. കാണാൻ പറ്റുവാണെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ എക്സ്ബറി ഗാർഡനോട് തൽക്കാലമായിട്ട് വില പറയുവാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ കമൻറ്റും ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണേ. താങ്ക് യു.